അങ്ങനെ ഞങ്ങളുടെ ഒമാനിലും മഴ വന്നിട്ട് 2-3 ദിവസം ആയെങ്കിലും മസ്കറ്റിൽ മഴ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാ വന്നു മക്കളെ, വന്നു, ചാകര വന്നു, അടിപൊളി. കാത്തിരുന്ന് ഒടുവിൽ മസ്കത്ത് ഗവർണറേറ്റിലും മഴയെത്തി. സീബ്, അൽമുബൈല എന്നീ പ്രദേശങ്ങളിലാണ് മഴ അനുഭവപ്പെട്ടത്. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും മസ്കത്തിനെ സംബന്ധിച്ചിടത്തോളം നിരാശയായിരുന്നു ഫലം. ബുറൈമി, അൽ-ഉഖ്ദ, ഇബ്രി ദങ്ക് റോഡ്, അൽ-ഹുക്കൈൻ, ദാഹിറയിലെ വാദി അബ്രി തുടങ്ങിയ മസ്കത്തിന് പുറത്തുള്ള മറ്റു പ്രദേശങ്ങളിലും മഴ അനുഭവപ്പെട്ടു. മുസന്തം ഗവർണറേറ്റിൽ കനത്ത മഴ തുടരുകയാണ്. വാദികൾ മിക്കതും കവിഞ്ഞൊഴുകുന്ന സാഹചര്യവുമുണ്ട്. ശക്തമായ മഴ കണക്കിലെടുത്ത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഖസബിൽ വാദിയിലെ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ഡ്രൈവറെ CDAA രക്ഷപ്പെടുത്തി. വെള്ളപ്പൊക്കമുള്ള വാദി മുറിച്ചു കടക്കാൻ ശ്രമിച്ചതിന് ഇയാളെ റോയൽ ഒമാൻ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സമീപകാലത്ത് ഒമാനിൽ ഏറ്റവും കൂടുതൽ മഴ വർഷിച്ചത് മുസന്തമിലെ ജബൽ ഹാരിമിലാണ്. 150 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 9 മണി വരെയാണ് ഇത്രയും മഴ ലഭിച്ചത്. മുസന്തമിലെ ഇതര പ്രദേശങ്ങളിലും കൂടുതൽ മഴ ലഭിച്ചു. ഒമാനിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയത്. അതിനിടെ ഒമാനിലെ ബർക്കയിൽ ശക്തമായ പൊടിക്കാറ്റും അനുഭവപ്പെട്ടു. ശ്വാസകോശ രോഗികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തി. ഗൾഫ് മാധ്യമം, മസ്കത്ത്.